നമ്മുടെ നാട്ടിലെ ചില ഗുൽമോഹർ ബുദ്ധിജീവികൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വമ്പൻ പ്രഹരം തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അതും സാക്ഷാൽ ഉലകനായകൻ കമൽഹാസന്റെ വക. ബോളിവുഡിന്റെ ഇരുണ്ട അധോലോക രഹസ്യങ്ങളും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മാറുന്ന കാറ്റും ഒന്നിച്ചു ചേരുന്ന ഒരു ഒന്നാന്തരം വെളിപ്പെടുത്തൽ. അതായത് കമൽഹാസൻ നരേന്ദ്രമോദിയുടെ ഭരണത്തെ പാടിപ്പുകഴ്ത്തുന്നു, നരേന്ദ്രമോദിക്ക് സ്തുതി പാടുന്നു. വെറുതെ പറയുന്നതല്ല, കൃത്യമായ ഡാറ്റയും തെളിവുകളും സഹിതം ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ സത്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പൊളിച്ചെടുക്കാം. നമ്മുടെ നാട്ടിൽ കുറേ കാലമായി ഒരു ട്രെൻഡ് ഉണ്ട്. ബുദ്ധിജീവി ആകണമെങ്കിൽ, വലിയ വലിയ വിവരമുള്ളവനാകണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ: അന്ധമായ മോദി വിരുദ്ധത. ദുബായിലെ വ്യവസായിയിൽ നിന്ന് കോഴ വാങ്ങി ലക്ഷങ്ങൾ അക്കൗണ്ടിലിടാൻ ആവശ്യപ്പെട്ട് ഒടുവിൽ പാർലമെന്റിൽ നിന്നും തെളിവ് സഹിതം പൊക്കി പുറത്താക്കപ്പെട്ട മഹുവ മൊയ്ത്രയെ ഓർമ്മയില്ലേ? ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിൽ അവർ പൊന്തി വരാറുണ്ട്. അങ്ങനെയുള്ള മഹുവ മൊയ്ത്ര വരെ ഇനി പാർലമെന്റിൽ മോദിജി എന്ന് വിളിക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിൽ ഒട്ടും മനസ്താപവുമില്ല, കടുത്ത ആനന്ദം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ശശി തരൂരിനെയൊന്നും നമ്മൾ അങ്ങനെ വിമർശിക്കാറില്ല. കാരണം അദ്ദേഹം അത്യാവശ്യം ബുദ്ധിയും വിവരമുള്ള ഒരു വ്യക്തിയാണ്. കാരണം നാളെ ഈ കിടക്കുന്നവരൊക്കെ ജി കൂട്ടി വിളിക്കേണ്ടി വരുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പ്രകാശ് രാജ്, അവനെ ഇപ്പൊ പോലീസ് തോക്കുമെന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതിനുശേഷം അദ്ദേഹവും വൈഷ്ണവ ജനതോ പാടി മോദി സ്തുതിയായി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ വ്യക്തമായ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ താരം നമ്മുടെ കമൽഹാസനാണ്. കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമനവാദികളും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന സാക്ഷാൽ ഏത്തീസ്റ്റായ കമൽഹാസനെ പോലെ പുരോഗമനവാദിയായിട്ടുള്ളൊരാൾ ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് ചിലരുടെയൊക്കെ ധാരണ. മതങ്ങളെല്ലാം വിമർശിച്ച് അങ്ങ് മരിക്കും. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ട ഇത്രയും ബുദ്ധിജീവിയായിട്ടുള്ള ഒരാൾ ലോകത്ത് വേറെ ഇല്ല എന്ന് നമുക്ക് തോന്നും. രജനീകാന്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കമൽഹാസനെ പുകഴ്ത്താൻ വേണ്ടി ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹം. സിനിമയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത കിഴങ്ങനാണെന്ന് വരാതിരിക്കാൻ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഒരു പ്രത്യേക വൈബ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് സിനിമ അറിയണമെങ്കിൽ കമൽഹാസന്റെ സിനിമകൾ തന്നെ കാണണം. അഭിനയം എന്നാൽ അതാണ്, ആക്ടർ, കംപ്ലീറ്റ് ആക്ടർ. എന്നാൽ അതേസമയം തന്നെ ആരെങ്കിലും BJPയിലേക്ക് വന്നാൽ, നമ്മുടെ മെട്രോമാനെ പോലെയുള്ള ഉന്നതരായ വ്യക്തികളൊക്കെ വന്നപ്പോൾ അവരെ ക്രൂശിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ക്രൂശിച്ചവരാണവർ. മെട്രോമാൻ ഉണ്ടാക്കിയ മെട്രോയിലൊക്കെ വിള്ളല്, മെട്രോയിൽ എന്തൊക്കെയോ തകരാറുകൾ, മെട്രോ കൊള്ളില്ല. പിന്നെ BJPയിലേക്ക് കയറിയ അടുത്ത സെക്കൻഡിലാണ് ഈ ക്യാപ്സ്യൂളുകളൊക്കെ അവർ ഇറക്കി വിട്ടത്. അതേപോലെ തന്നെയായിരിക്കും ഇനി കമൽഹാസൻ്റെയും. ഇപ്പോൾ കമ്മികൾ പറയുന്നത് കമൽഹാസൻ അടിപൊളിയാണ്, അദ്ദേഹം വേറെ ലെവലാണെന്നാണ്. അടുത്ത ദിവസം തൊട്ട് ഇനി കമൽഹാസൻ്റെ ടാഗ് ലൈനിലും മാറ്റം വരും. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കമൽഹാസൻ അടുക്കുന്നു. പെട്രോളിന്റെ വില എന്തുകൊണ്ടാണ് ഇദ്ദേഹം കുറയ്ക്കാത്തത്? ഇറാനും മറ്റു രാജ്യങ്ങളുമായി യുദ്ധം നടക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ രാജ്യാന്തര പ്രതിസന്ധികൾ മനസ്സിലാക്കി പ്രധാനമന്ത്രിയോടൊപ്പം ഒപ്പം നിൽക്കണം, അദ്ദേഹത്തോട് കൈകോർത്ത് നിൽക്കണമെന്നാണ് കമൽഹാസൻ ഇപ്പോൾ പരസ്യമായി പറയുന്നത്. ശ്രദ്ധിക്കണം, പെട്രോൾ വില കുറയ്ക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ മോദിയോടൊപ്പം നിൽക്കണമെന്ന് കമൽഹാസൻ പറയുന്നു. കഴിഞ്ഞ ദിവസം ബോളിവുഡിലെ കറുത്ത അധോലോക മാഫിയയെക്കുറിച്ച് കമൽഹാസൻ ചില കാര്യങ്ങളൊക്കെ തുറന്നടിച്ചിരുന്നു. ഇത് കണ്ട് നമ്മുടെ നാട്ടിലെ താടിയും മീശയൊക്കെ വളർത്തി കവലകളിലിരുന്ന് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പോകുന്ന ബുദ്ധിജീവികളൊക്കെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാര്യം പറയാം, അവരങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കാൻ മാത്രം കമൽഹാസൻ എന്താ പറഞ്ഞത് എന്നല്ലേ? ബോളിവുഡിലെ അധോലോകവും കള്ളപ്പണ ഇടപാടുകളും കാരണമാണ് എനിക്ക് പണ്ട് ബോളിവുഡ് വിട്ട് ഓടിപ്പോകേണ്ടി വന്നത്. പിന്നീട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ഈ കള്ളപ്പണ ഇടപാടാണ് രാജ്യത്തെ തകർക്കുന്നത് എന്ന് കമൽഹാസൻ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. കമൽഹാസന്റെ ഈ വാചകം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇനിയിപ്പോൾ നമ്മുടെ ബുദ്ധിജീവി ടീംസിന് കമൽഹാസൻ ഒരു നല്ല നടനല്ലാതായി മാറുമായിരിക്കും. ഇപ്പോൾ അദ്ദേഹമാണ് 8ാമത്തെ അത്ഭുതം. ഇനി ഇതോടെ അതങ്ങ് തീരും. കാരണം ഇത്രയും നാൾ നമ്മുടെ BJPയെയും നരേന്ദ്രമോദിയും സംഘപരിവാർ ശക്തികളെയും RSSനെയും എല്ലാം അത്രത്തോളം വിമർശിച്ച് അതിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന കമൽഹാസൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തുകൊണ്ടായിരിക്കും മോദിക്ക് വേണ്ടി സ്തുതി പാടുന്നത്? അതാണ് അവർക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഇത്രമാത്രം പറഞ്ഞു വെക്കാതെ നമുക്ക് കുറച്ച് ചരിത്രം കൂടി, വസ്തുതകൾ കൂടി പരിശോധിക്കാം. കമൽഹാസൻ പറഞ്ഞത് വെറുതെയാണോ എന്ന്? ഒരിക്കലും അല്ല. അന്നത്തെ കാലത്ത് ബോളിവുഡ് താരങ്ങൾ ലഭിച്ചിരുന്ന ആഡംബര ജീവിതവും തനിക്കില്ലായിരുന്നു എന്ന് കമൽഹാസൻ ഓർക്കുന്നുണ്ട്. ഒരേ സമയം 6 സിനിമകൾ വരെ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കൂടാതെ സ്വന്തം വസ്ത്രങ്ങൾ പോലും സ്വന്തം കഴുകേണ്ടി വന്നിരുന്ന സാഹചര്യത്തെക്കുറിച്ചെല്ലാം അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, അന്ന് കടുത്ത കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്ന കമൽഹാസൻ ഈ സ്വന്തം തുണി കഴുകുന്നത് വലിയൊരു വിപ്ലവകരമായ സംഭവമായിട്ടാണ് പറയുന്നത്. ഇവന്മാരാണ് ഇവിടെ സ്ത്രീകൾ അടുക്കളയിൽ കയറുമ്പോൾ പുരുഷനും കയറിക്കൂടെ എന്ന് ചോദിക്കുന്നത്.
സ്വന്തം കൈകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. അങ്ങനെ പറയാത്തത് ഭാഗ്യം. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി ബോളിവുഡിനെ അന്ന് വിഴുങ്ങിയിരുന്ന അധോലോക ബന്ധങ്ങളും കള്ളപ്പണവുമാണ് അദ്ദേഹത്തെ അവിടെ നിന്നും അകറ്റിയത് എന്ന് റിപ്പോർട്ട് ചെയ്തത് ആരാണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഓൺലൈൻ മാധ്യമമായ മാധ്യമം.com. അവരുടെ ചാനലാണ് മീഡിയ വൺ. മീഡിയ വണ്ണിലിരുന്ന് നാഴികയ്ക്ക് 40 വട്ടം മോദി ബോളിവുഡിനെ തകർക്കുകയാണെന്ന് ചർച്ച ചെയ്യുന്നവരാണ് ഇവർ എന്ന് ഓർക്കണം. സിനിമയിലെ കള്ളപ്പണ ഇടപാടുകളോട് പൊരുത്തപ്പെടാൻ കമൽഹാസന് സാധിച്ചിട്ടില്ല. അപ്പോൾ അധോലോക ഭീഷണികൾക്ക് വഴങ്ങാനോ അതിനെതിരെ നിരന്തരം പോരാടി ജീവിക്കാനോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബോളിവുഡുമായി ബന്ധം ഉപേക്ഷിച്ച് തിരികെ വന്നു. കള്ളപ്പണവുമായി ബന്ധമില്ലാതെ പൂർണ്ണമായും സുതാര്യമായി ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിനും സഹോദരനും താല്പര്യം. വലിയ ആഡംബരങ്ങളില്ലെങ്കിലും സ്വന്തം അധ്വാനത്തിൽ വാങ്ങിയ കാറിൽ സഞ്ചരിക്കുന്നതിലായിരുന്നു സന്തോഷമെന്നും ബോളിവുഡിലെ മലിനമായ അന്തരീക്ഷത്തിൽ തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പിന്മാറിയതാണെന്നും താരം വെളിപ്പെടുത്തുമ്പോൾ വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടേക്കാണ്? ഒരു സമയത്ത് 90കളിൽ സാക്ഷാൽ ദാവൂദ് ഇബ്രാഹിമാണ് ബോളിവുഡ് നിയന്ത്രിച്ചിരുന്നത് എന്നത് പരസ്യമായ രഹസ്യമാണ്. ഈ ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും അമീർ ഖാനും എല്ലാം കൊടും ക്രിമിനലും രാജ്യദ്രോഹിയുമായ ദാവൂദ് ഇബ്രാഹിമിനെ ദാവൂദ് ജി എന്നാണ് പല വേദികളിലും പരസ്യമായി അഭിസംബോധന ചെയ്തിരുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അന്ന് അതിനെതിരെ ഈ രാജ്യത്ത് ഒരു പ്രതിഷേധവും ഉയർന്നിട്ടില്ല. അന്ന് കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗിന്റെ UPA സർക്കാരാണ് ഭരിച്ചിരുന്നത്. ഒരു ഞെട്ടിക്കുന്ന സംഭവം പറയാം. പഴയ സഭാരേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ കാണാൻ പറ്റുന്ന കാര്യമാണ്. അന്ന് RJD MP പാർലമെന്റിൽ വെച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ P ചിദംബരത്തോട് നേരിട്ട് ചോദിക്കുന്നതാണ്. നമ്മുടെ അതേ സെക്യൂരിറ്റി പേപ്പറും മഷിയും ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യയുടെ കള്ളപ്പണം അവിടെ പ്രിന്റ് ചെയ്ത് ഇങ്ങോട്ട് വിടുന്നുണ്ട്. ആ ഒറിജിനൽ പേപ്പർ അവർക്ക് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്ന്. അപ്പോൾ ചിദംബരം എഴുന്നേറ്റ് നിന്ന് കൈ മലർത്തിക്കൊണ്ട് പറയുന്നത് എനിക്കറിയില്ല എന്നാണ്. ഓർക്കണം, ഇത് നമ്മുടെ രാജ്യത്ത് നടന്ന സംഭവമാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കള്ളപ്പണം കൊണ്ട് തകർക്കാൻ പാകിസ്ഥാനും അധോലോകത്തിനും വഴിമരുന്നിട്ട ഭരണമായിരുന്നു അത്. അതായത് നമ്മുടെ UPA സർക്കാർ ഭരിച്ച കാലത്തെ കാര്യമാണ് പറയുന്നത്. എന്നിട്ടാണ് ഇന്ന് കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടഞ്ഞ് സിനിമാ മേഖലയെ സുതാര്യമാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇവർ കുരയ്ക്കുന്നത്. കാരണം ഇവരുടെ ഒരടവുകളും ഇവിടെ നടക്കുന്നില്ല. കള്ളപ്പണം വെളുപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലർ ചെയ്യുന്ന സിനിമകളെ പ്രൊപ്പഗണ്ട എന്ന് വിളിച്ച് ഇവർ ആക്ഷേപിക്കുന്നു. ആ സിനിമകളിൽ അഭിനയിക്കുന്ന താരങ്ങളെ വിലക്കാൻ നോക്കുന്നു. ഉദാഹരണത്തിന് റിയലിസ്റ്റിക് സിനിമകളിൽ അഭിനയിച്ചതിന് നടൻ രൺവീർ സിംഗിനെതിരെ വലിയ സൈബർ ആക്രമണങ്ങളൊക്കെ നടന്നു. രൺവീർ സിംഗിന്റെ ഭാര്യ ദീപിക പദുക്കോൺ ആ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം രൺവീറിനോട് മിണ്ടിയിട്ടില്ല എന്നിവരെ നമ്മുടെ മഞ്ഞ മാധ്യമങ്ങൾ അഭ്യൂഹം പരത്തുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ആരെ അൺഫോളോ ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുന്ന ഒരുപാട് കൂട്ടം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഈ നിമിഷം അവരുടെ നടക്കുന്നത് എന്താണെന്ന് ഈ വിഭാഗത്തിനോട് ചോദിച്ചാൽ അവർ പറയും. അവരുടെ പ്രധാന പണി അത് തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ബോളിവുഡ് സമ്പൂർണ്ണമായി അധോലോകവൽക്കരിക്കപ്പെട്ടപ്പോൾ, കള്ളപ്പണക്കാരുടെ താവളമായിരുന്നപ്പോൾ അതിന് തകർത്ത് തരിപ്പണമാക്കി അലക്കി വിരിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. അത് തന്നെയാണ് കമൽഹാസൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നതിൻ്റെ രത്നചുരുക്കം. കഴിഞ്ഞ ദിവസം വരെ മോദിയെ തെറി പറഞ്ഞവർ ഓരോരുത്തരായി ഇന്ന് വികസനത്തിൻ്റെയും സുരക്ഷയുടെയും പാതയിലേക്കാണ് വരുന്നത്. അതുതന്നെയാണ് നമുക്കിപ്പോൾ ചുറ്റും കാണാൻ സാധിക്കുന്നതും. എന്ത് തന്നെ ആയാലും ഇന്ന് വലിയ വലിയ വായിൽ വർത്താനം പറയുന്ന പ്രകാശ് രാജും മഹുവ മൊയ്ത്രയും എല്ലാവരും ഇതേ പാതയിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബോളിവുഡിന്റെ ഇത്തരത്തിലുള്ള ചരിത്രത്തെക്കുറിച്ചും നിലവിലെ അവസ്ഥയെക്കുറിച്ചും കള്ളപ്പണ ഇടപാടുകളെയും നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.